വെട്ടിനെ അപ്പം കത്തി കൊണ്ട് വന്ന് പുറകെ പോയൊക്കെയതാണ് എന്താ മുപ്പൊരു കാട്ടണേന്ന് അപ്പോഴല്ലേ വിശേഷം. അതിന് എന്തായാലും വിട്ടല്ലേ നമുക്ക് പുഴേൻ്റെ കഥയും കൂടെ ചോദിച്ചാൽ വിചാരിച്ചു. അങ്ങനെ പുഴേൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ പുഴേൻ്റെ കഥ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ ഒട്ടനവധി ആളുകളൊക്കെ കുളിക്കാൻ വന്നിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ പാടിയിലൊക്കെ ഓരോ റൂമിലും ഓരോ പൈപ്പായപ്പോൾ ആരും വരുന്നില്ല. വഴിയൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുക. അപ്പോൾ നമുക്കാണ് ഇത് ഉപയോഗിക്കണം. അപ്പോൾ നമ്മളിത് വൃത്തിയാക്കുന്നു, അത്രേ ഉള്ളൂ. അതെ, എല്ലാവരും പുഴേനെ ആശ്രയിച്ചുകൊണ്ട് നല്ല റോഡും വഴിയായിരുന്നു ഇത്. എല്ലാവരും റോഡ് വെട്ടുമ്പോൾ വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആരുമില്ല, നമ്മൾ സ്വന്തമില്ല. അപ്പോൾ നമുക്ക് വേണ്ട വഴി നമ്മൾ വെട്ടി വൃത്തിയാക്കുക, അത്രേ ഉള്ളൂ. പണ്ട് പറഞ്ഞാലേ ഇവിടെ ഞങ്ങളൊരു മുത്തശ്ശി പൂർവികരെ കണ്ടാട്ടോ അല്ല, ഇവിടെ ഒരു മുത്തശ്ശി പ്ലാവ് ഉണ്ടായി. അതിൽ പറഞ്ഞാൽ നിറയെ ചക്കയായിരുന്നു. ആ ചക്ക എന്ന് പറഞ്ഞാൽ തേൻ വരിക്കാറാണ്. തേനിങ്ങനെ ഒലിക്കണ ചക്ക. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കവുക. അപ്പോൾ രണ്ടാൾ താഴെ നിൽക്കണം, ഒരാൾ പ്ലാവുമ്മേൽ നിൽക്കണം. എന്നിട്ടാണ് ചക്കയൊക്കെ ഇടുക. പിന്നെ ഇവിടെ പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ചാടി തിമിർത്ത് വേണ സ്ഥലമായിരുന്നു. നല്ല മീനുകളും. ഇപ്പോൾ പറഞ്ഞാൽ വംശനാശം സംഭവിച്ചിട്ട് ഒറ്റ മീൻ വരെ ഇതിലില്ല. പിന്നെ ഒരു സമയത്ത് ഇവിടുന്നാണ് രാജവമ്പാലിനെ പിടിച്ചത്. രാജവമ്പാലിനെ കണ്ടിട്ടാണ് ഒരാൾ വന്നത്, അയ്യോ ചീങ്കണ്ണി പറഞ്ഞിട്ടാണ് ഓടിയത്. ഫോറസ്റ്റിൽ വന്ന് നോക്കുമ്പോൾ എന്താ രാജവമ്പാലാണ്. അങ്ങനെയുള്ള കുറേ കഥകളുള്ള പുഴയാണിത്. നമ്മളെ ഈ പുഴ പണ്ട് കാലങ്ങളിലുള്ള പുഴയാണിത്. മഴക്കാലം വരുന്ന സമയത്ത് ഞങ്ങളാ പാറക്ക് പറയാം കൂർപ്പംപാറ എന്ന് പറയും. ആ കൂർപ്പംപാറിൻ്റെ മേലെ കൂടെ ആയിരിക്കും വെള്ളം ഉണ്ടാവും. വേനൽക്കാലമായാലോ തീരെ വെള്ളമുണ്ട്. ഇതാണ് അവസ്ഥ. ആര് ചാടി കളിച്ച് തിമർത്ത്. ഇന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് പാടികളിൽ ആരുമില്ല, എല്ലാവരും പോയി. നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ വീടെടുത്ത് ഓരോ സ്ഥലത്ത് പോയി. ഞാൻ മാത്രം ഇവിടെ ബാക്കി. നമുക്കൊരു കുറച്ച് സ്ഥലം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വീട് വെച്ച് ഇവിടെ തന്നെ താമസമായതുകൊണ്ട് നമ്മളിവിടെ തന്നെ ആയി. നമ്മളെ കൂട്ടുകാരന്മാരെല്ലാവരും പോയപ്പോൾ നമ്മളിവിടെ ഒറ്റപ്പെട്ട്. അപ്പോൾ നമ്മളെ പോയാൽ നമ്മൾ വൃത്തിയാക്കി സംരക്ഷിച്ച് കൊണ്ടുനടക്കുന്നത് നമ്മളെ കടമല്ല. അതാ ചെയ്യണുള്ളൂ. എല്ലാവർക്കും ഉപകാരപ്പെടണം. ഇത് വന്നിട്ട് കുളിക്കാൻ വരുമ്പോഴും ആസ്വദിക്കാൻ വരുന്നവർക്കും എല്ലാവർക്കും ഇതൊരു ഉപകാരമാണ്. ആരും വഴിയില്ലാതെ തിരിച്ചു വരും. ഇപ്പോൾ വാരി കൊണ്ടുപോയിട്ട് പൊട്ട് തിന്നു, നല്ലതാണ്. പശുക്കുട്ടി തിന്നു, ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇതെൻ്റെ അമ്മയാകുന്നു, ഇതെൻ്റെ എല്ലാമാകുന്നു. അപ്പോൾ ഞാനിതിനെ വൃത്തിയാക്കി കൊണ്ടുവരിക, അതന്നെയാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ അപ്പാൻ്റെ കഥയൊക്കെ കേട്ട് പുഴയൊക്കെ കണ്ട് ഞാനും ഐസും നടന്നു വരുമ്പോഴാണ് കുറുന്തോട്ടി കാണുന്നത്. കുറുന്തോട്ടിയൊക്കെ വെട്ടി ഞങ്ങളത് വെയിലത്ത് ഉണക്കാനിട്ടു. ഉണങ്ങിക്കഴിഞ്ഞ് ചൂലാക്കി കഴിഞ്ഞാൽ അടിച്ചു വരാനും സുഖം കുറുന്തോട്ടിയാണല്ലോ.